സംസ്ഥാനത്ത് പച്ചക്കറിക്ക് പൊള്ളുന്ന വിലയാണ്. തക്കാളി വില 100-ലെത്തി. കനത്ത മഴയെ തുടർന്ന് തമിഴ്നാട്ടിൽ പച്ചക്കറി ഉൽപ്പാദനം കുറഞ്ഞതും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പച്ചക്കറി എത്താത്തതുമാണ് വില വർധനവിന് കാരണം. തമിഴ്നാട്, കർണാടക, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടിലെ മാർക്കറ്റുകളിൽ പച്ചക്കറി എത്തുന്നതിൽ 60% കുറവുണ്ട്. ഇതാണ് കേരളത്തിലെ മാർക്കറ്റുകളിൽ പച്ചക്കറി വില കുതിച്ചുയരാൻ കാരണം. മഴ കുറഞ്ഞത് തമിഴ്നാട്ടിലെ ഉൽപ്പാദനത്തിന് തിരിച്ചടിയായി. വരവ് കുറവാണ്. തമിഴ്നാടായാലും ആന്ധ്രയായാലും ഇപ്പം എല്ലാ സ്ഥലത്തും മഴ ഇടപെട്ട് പെയ്തുകൊണ്ടിരിക്കുന്ന കാരണം ചരക്ക് വളരെ കുറവാണ്. ചരക്ക് വളരെ കുറവായതിൻ്റെ പേരിൽ പിന്നെ തമിഴ്നാട്ടിലും ആന്ധ്രയിലൊക്കെ സാധനങ്ങൾ വളരെ വില കൂടുതലാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഉപഭോക്താക്കൾക്ക് നമ്മൾക്ക് കൊടുക്കാൻ പറ്റാത്ത വില. ഇപ്പോൾ 70 കിലോ ക്യാരറ്റ് എടുക്കുന്ന ഒരു കച്ചവടക്കാരനാണെങ്കിൽ ഇപ്പോൾ 20 കിലോയ്ക്ക് എടുക്കുന്നത്. ഒരു ദിവസത്തെ ആയുസേ ഉള്ളൂ പച്ചക്കറിക്ക്. പച്ചക്കറി കാലത്ത് നമ്മളിവിടുന്ന് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സാധനങ്ങൾ വില കൂടിയത് കൊണ്ട് തന്നെ പിന്നെ ചിലവും വളരെയധികം കുറവാണ്. 25 രൂപ വിലയുണ്ടായിരുന്ന വഴുതനങ്ങ 40 രൂപയിലേക്ക് എത്തി. ബീൻസിന് 160 രൂപയാണ് നിരക്ക്. തക്കാളി വിലയും 100-ലേക്ക് അടുത്തിട്ടുണ്ട്. വിലക്കയറ്റം സാധാരണക്കാരനെ കാര്യമായി ബാധിച്ചു. ഇതോടെ പച്ചക്കറി വാങ്ങാൻ മാർക്കറ്റിലെത്തുന്നവരുടെ എണ്ണത്തിലും കുറവ് സംഭവിച്ചു. ആൾക്കാരുടെ ഇത് ശരിക്കും പറഞ്ഞാൽ 50% കുറഞ്ഞു. 100% ആൾക്കാർ മാർക്കറ്റിൽ ബസാറിൽ വന്ന് സാധനം എടുക്കുന്നത് 50% കുറഞ്ഞു. ഉൽപാദനം കുറഞ്ഞതിനാൽ വരും ദിവസങ്ങളിലും പച്ചക്കറി വില വർധനവ് തുടരാനാണ് സാധ്യത. ന്യൂസ് മലയാളം, കൊച്ചി.